ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താടോ ഇവിടെ തന്നെ നിൽക്കുന്നേ? താലപ്പൊലി കൊണ്ട് സ്വീകരിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താടോ ആകെ ഒരു രൗദ്രഭാവം. അധികം സുഖിപ്പിക്കൊന്നും വേണ്ട. ഇന്ന് വൈകിയതിന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പരിപാടിയല്ലേ? ആര് വൈകി? തനിക്ക് വെറുതെ തോന്നുന്നതാ. ഞാൻ ഇന്നും ഈ സമയത്തല്ലേ വരുന്നേ? നേര് പറാതി. ക്ലാസ് കഴിഞ്ഞ് താൻ എങ്ങോട്ടാ പോയത്? ഇതെന്താടോ ഒരുമാതിരി നാട്ടിൻപുറത്തെ ടിപ്പിക്കൽ ഭാര്യമാരെ പോലെ? നാട്ടുമ്പുറത്തെ ടിപ്പിക്കൽ ഭാര്യ ആയതുകൊണ്ട് എന്താ? ഞാൻ ചോദിച്ചാൽ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സ്വകാര്യ കാര്യങ്ങളിൽ അങ്ങനെ മറ്റുള്ളവർ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. സോറി, ഞാൻ അറിഞ്ഞില്ല നമുക്കിടയിൽ എൻ്റേതും നിൻ്റേതും ഉണ്ടെന്ന്. ഇതുവരെ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏയ് പോലെ ഒരബദ്ധം പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് താൻ അതീ പിടിച്ചങ്ങ് തൂങ്ങാതെ. പറഞ്ഞല്ലോ, സോറി. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല. തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇനി ഞാനിത് ആവർത്തിക്കില്ല. പോരെ? അയ്യോ പൂജ, ഞാൻ എടോ പൂജ പൂജ വേണ്ട, ഒന്നും പറയണ്ട. ഒരു സന്ദർഭം വന്നപ്പോ ആദിയുടെ മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞല്ലോ. എന്തു പറഞ്ഞു? തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴിയെന്നോ? സംശയം എന്താ? എന്നാ താൻ ആ വഴി പോണ്ട. എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് വരും. അത് തന്നെയാ എന്റെ ആഗ്രഹം. പിന്നെന്തിനാ അപ്പൊ അങ്ങനെ പറഞ്ഞത്? ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോവൂന്ന് പേടിയുള്ളതുകൊണ്ട്. മരണം വരെ എന്റേത് മാത്രമായിരിക്കണം എന്ന അത്യാഗ്രഹം കൊണ്ട്. എന്താടോ ഇങ്ങനെ നോക്കുന്ന? ഇങ്ങനൊന്ന് കേൾക്കാനായിട്ട് എത്ര കാലമായിട്ട് ഞാൻ കൊതിക്കുന്നറിയോ? ഓർമ്മ വെച്ചതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ വാക്കുകളാണ് താനിപ്പോൾ പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും ഭാഗ്യവാനായ ഭർത്താവാൻ ഞാൻ. വൈകിവനാ ശകാരിക്കുന്ന, നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ആദിപ്പെടുന്ന ഒരു ഭാര്യയെ കൊതിക്കാത്ത ഏത് ഭർത്താവാടോ ഈ ഭൂമിയിലുള്ളത്? മനസ്സ് നിറഞ്ഞു. ഈ നിമിഷം ഭൂമി വിട്ടു പോയാൽ പോലും ഞാൻ നേരെ ചെന്ന് നിൽക്കുന്ന സ്വർഗത്തിലായിരിക്കും. എങ്ങനെയൊന്നും പറയരുത്. ആദ്യമില്ലെങ്കിൽ പിന്നെ പൂജയുണ്ടോ? താനോട് ക്ഷമിക്കണം. എന്തിന്? ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരുടെ കൂടെ ആ അരിസ്റ്റോ ബുക്ക് സ്റ്റോളിലൊന്ന് പോയി. എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട് ദീപുവിന് ഒരു ഗൈഡ് വാങ്ങാനായിരുന്നു. അങ്ങനെ നാട്ടിലും ക്ലാസ്സിലൊന്നും തനിക്കിനി ഫ്രണ്ട്സ് ഒന്നും വേണ്ട. ആദിക്ക് ഒറ്റ ഫ്രണ്ടേ ഉള്ളൂ, അത് ഞാനാ. ഇവളവന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കില്ലല്ലോ. സോറി പൂജ, ഇനി ഞാൻ ആവർത്തിക്കില്ല. അയ്യേ, ഇതുപോലൊരു പെൺകോന്തൻ. ഞാനേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാ പോരെ? പോരാ, ഇപ്പൊ വരണം. അല്ല, എന്താ അവിടുത്തെ സ്പെഷ്യല്? അത് കാണുമ്പോ മനസ്സിലായിക്കോളും. വാ അല്ല, വന്നേ. എവിടെ ഇരുന്നേ? എന്തിനാടോ? ഇരിക്ക്. ശരി. എന്താ ഇത്? എന്താ നോക്ക്. ആഹാ, കട്ട്ലേറ്റോ? ഇതെവിടെന്നാ? ഞാനുണ്ടാക്കി. താ ഉണ്ടാക്കിയോ? മൊബൈലിൽ ഒരു കുക്കിംഗ് വീഡിയോ നോക്കി പഠിച്ചതാ. പിന്നെ ക്ലാരമേടത്തി സഹായിച്ചു. ഇത് കൊള്ളാലോ. ഇതെന്ത് കട്ട്ലേറ്റാ? വെജിറ്റബിളാ. ആദ്യം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. അതിപ്പോ എന്ത് പറയാനാ, നീ ഉണ്ടാക്കിയതല്ലേ, വായിൽ വെക്കാൻ കൊള്ളത്തിലായിരിക്കും. ഓ സൂപ്പർ. ഇവനിതുവരെ കട്ട്ലറ്റ് കഴിച്ചിട്ടില്ലേ? സത്യം? സത്യം. ഇതുവരെ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലേറ്റ് ഞാൻ കഴിച്ചിട്ടില്ല. ഇവന്റെ ടേസ്റ്റ് ബഡ്സും പോയി. താൻ കഴിച്ചായിരുന്നോ? ഇല്ല, തനിക്ക് ആദ്യം തരാന്ന് വെച്ചു. അയ്യോടി, എന്തൊരു ഒലിപ്പീര്. ആഹാ, ദാ കഴിക്ക്. അയ്യേ, എങ്ങനെയുണ്ട്? കൊള്ളാം. ഒന്നുകൂടെ കഴിക്കും.